ശ്രീ രാഹുൽ ഈശ്വർ, ആരാണ് മുൻകൈ എടുക്കേണ്ടത്, ആരാണ് തടസ്സം നിൽക്കുന്നത്? അല്ല, ഇത് ശബരിമലയുടെ കാര്യത്തിൽ നമ്മളൊരു വിഭാഗീയത പാടില്ല. തീർച്ചയായും തൊഴിലാളി പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ കേൾക്കുന്നുണ്ടായി. പക്ഷേ ഇതൊരു ട്രേഡ് യൂണിയനിസത്തിൻ്റെ സ്ഥലമല്ല. അതാണ് അതിലൊരു ഇഷ്യൂ. എനിക്ക് തോന്നുന്നു 1999 തോന്നുന്നു ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം തന്നെയുണ്ട്, ട്രേഡ് യൂണിയൻ പാടില്ല. സമാനമായ ഒരു അവസരത്തിലുണ്ട്. തൊഴിലാളി അവകാശങ്ങളോ അല്ലെങ്കിൽ തൊഴിലാളിയോട് ബഹുമാനം ഇല്ലാത്തതുകൊണ്ടല്ല, ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. കുറച്ചുകൂടെ കൃത്യമായ കണക്ക് പറഞ്ഞാൽ ഒരു 3.5 കോടി ജനസംഖ്യയുള്ള കേരളത്തിൽ നമ്മുടെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആൾക്കാർ വന്നെത്തുന്നു എന്നാണ് കണക്ക്. സുധാര സാർ എന്നപ്പോഴാണ് ഒരു കണക്കെടുത്തിരുന്നത്. 10,200 കോടിയാണ് നമ്മുടെ എക്കോണമിയിലേക്ക് വരുന്നത്. ശരിക്കും ഇപ്പം നമ്മുടെ മലയാളം ചാനലായതുകൊണ്ട് പറയുക, തിരുപ്പതിയിലൊക്കെ പോയാൽ നമുക്ക് അസൂയ തോന്നും. എത്ര നന്നായിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. പോകുന്ന മണിക്ക് മുഴുവൻ അവർക്ക് TV-കളുണ്ട്, അല്ലെങ്കിൽ ഫെസിലിറ്റീസ് ഉണ്ട്, പാല് തരും, ബ്രെഡ് തരും. ഇവിടെ നമ്മൾ ഭക്തരെ പരമാവധി പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അയ്യപ്പ ധർമ്മസേനയുടെ 2 പേർ അങ്ങോട്ട് പോയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എന്ത് പരിഹാരമാണെങ്കിലും ഇത് കാണണം. പ്രയാർ സാറിനെ പോലുള്ള ആൾ ഈ കാര്യത്തിൽ ഒരിക്കലും ഒരു തെറ്റായ അജണ്ട വെച്ച് പ്രവർത്തിക്കുമെന്ന് തോന്നുന്നില്ല. കാര്യം വളരെ വിശ്വാസിയാണ്. അവിടെ രാഷ്ട്രീയമില്ല, അവിടെ ഒരു പ്രത്യേക വിഭാഗീയതയില്ല. അതിനപ്പുറം നിന്ന് ചിന്തിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണാനും രാമനായർ സാർ വളരെ വിദഗ്ധമായി പറഞ്ഞ പോലെ 60-61 ദിവസമേ ഇനിയും ബാക്കിയുള്ളൂ. 63 ദിവസത്തിന് ശേഷം എങ്ങനെയാണ് ആൾക്കാർ വരിക എന്ന് പോലും നമുക്കൊരു എസ്റ്റിമേഷൻ ഇല്ല. ചില ദിവസം ഫസ്റ്റ് ദിവസത്തിലായിരിക്കും കൂടുതൽ വരുന്നത്, പിന്നത്തെ ദിവസങ്ങളിലായിരിക്കും. വിവാദങ്ങളുടെ അടക്കം പശ്ചാത്തലത്തിൽ ഒരുപാട് പേർക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനും അടുത്ത് ചോദിക്കാനും ഒക്കെ അവസരങ്ങളുണ്ടാകും. അപ്പോൾ ഇത് കേരളത്തിൻ്റെ ഒരു പൊതു എന്താ പറയുക, നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതു സ്വത്തോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പൊതു തീർത്ഥാടനമോ ഒക്കെയാണ്. നമ്മൾ അങ്ങനെ തന്നെ ആ ഷോക്കേസും ചെയ്യുന്നത്. ബാക്കി സംസ്ഥാനങ്ങളോട് ഷോക്കേസ് ചെയ്യുന്ന അങ്ങനെയാണ്. നമ്മുടെ നെഗോസിയേഷനിൽ പലപ്പോഴും വരാറുണ്ട്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക, തെലങ്കാന ദേശങ്ങൾക്ക് അവിടെ സ്ഥലമടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഗൗരവമായ രസത്തിൽ ഒരു തൊഴിലാളി പ്രശ്നമെന്ന് കേൾക്കുന്നതിനൊരു ഒരു 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 ഭംഗിക്കുറവുണ്ട്. അപ്പോൾ എന്തെങ്കിലും അവർക്ക് പ്രശ്നങ്ങൾ കാണാം, ആ ഗ്രീവിയൻസുകൾ തീർത്ത് നേരത്തെ ചോദിക്കുകയുണ്ടായി. ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിനടക്കം നേതൃത്വം കൊടുക്കാം. പ്രത്യേകിച്ച് അവരുടെയും കൂടെ യൂണിയൻ ആയതുകൊണ്ട് ഗവൺമെൻറ് എന്തുകൊണ്ട് ശ്രീ പിണറായി വിജയനോ അല്ലെങ്കിൽ നമ്മുടെ ദേവസ്വം മന്ത്രിയോ അടക്കം മുൻകൈ എടുത്തുകൊണ്ട് മുമ്പുള്ള പ്രശ്നങ്ങൾ മറന്നുകൊണ്ട്, മുമ്പുള്ള തർക്കങ്ങളൊക്കെ നിലനിൽക്കും. ശബരിമല എല്ലാ വർഷവും തർക്കങ്ങളും വിവാദങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് മറന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് ചില റോഡുകളുടെ അവസ്ഥയൊക്കെ ശോചനീയമാണ്. അങ്ങോട്ട് പോകുന്നതിൻ്റെ റോഡുകൾ എങ്ങനെയാണ് പന്തളം വഴി അങ്ങോട്ട് പോകുകയെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഈ 2 മാസത്തിനുള്ളിൽ റോഡ് തീർന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ബാക്കിയുള്ള തീർത്ഥാടനം അല്ലാത്തവർക്കുണ്ടാകുമ്പോൾ പോകുന്ന ബുദ്ധിമുട്ടുകൾ എത്രമാത്രമാണ്. അപ്പോൾ കുറേ കൂടെ ദ്രുതഗതിയിൽ കോർഡിനേഷൻ, ശരിക്കും രാമനായർ സാർ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. ആ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രശ്നങ്ങൾക്ക് ശേഷം എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായോ എന്ന് സംശയിക്കേണ്ട രീതിയിൽ കോർഡിനേഷൻ ഇല്ലായ്മ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് മാറുകയും എത്രയും പെട്ടെന്ന് വരികയും മാത്രമല്ല, ഒരു വിഷമകരമായ കാര്യം കൂടെ, കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ലെങ്കിലും മേൽശാന്തി അടക്കമുള്ളവർക്ക്, പൂജാവൃത്തിയിലടക്കമുള്ളവർ വ്യക്തിപരമായി പറഞ്ഞതാണ് പലപ്പോഴും അവരൊറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഈ തീർത്ഥാടനം ആളെല്ലാം കഴിഞ്ഞാൽ അവരൊറ്റയ്ക്കാണ് താമസിക്കുന്നത്. യൂണിയൻ്റെ ആൾക്കാർ അവരോടെല്ലാം ബഹുമാനമാണെങ്കിൽ പോലും പലപ്പോഴും യൂണിയനിസത്തിൻ്റെ ഒരു ചേർച്ചക്കുറവ്, അങ്ങനെ പറയാം, ഏറ്റവും ഭംഗിയായി പറയാൻ കഴിയുന്ന അങ്ങനെയാണ്, ഒരു ചേർച്ചക്കുറവ് അവിടെയുണ്ട്. അതുകൊണ്ട് അതൊരു യൂണിയൻ്റെ മേഖലയോ അല്ലെങ്കിൽ തൊഴിൽ പ്രശ്നത്തിൻ്റെ മേഖലയോ വർഗീയതയുടെ മേഖലയോ രാഷ്ട്രീയത്തിൻ്റെ മേഖലയൊക്കെ അപ്പുറം സമരം വിമുക്തമായ കേരളത്തിൻ്റെ അഭിമാനമായ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപക്ഷെ ഏക തീർത്ഥാടനമാണ്. ദ ലാർജസ്റ്റ് സീസണൽ പിൽഗ്രിമേജ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന ആ തീർത്ഥാടനത്തിന് എന്തുവിധ വിട്ടുവീഴ്ചകളും നൽകണം. അതിന് തൊഴിലാളി സംഘടനകൾ തയ്യാറാകണമെന്ന് ഒരു ഭക്തൻ എന്ന നിലയിൽ താഴ്മയെ അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ഷഫീഖ് കോൺട്രാക്ടർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷഫീഖ്, ഷഫീഖ് കട്ടായി പോയി, വീണ്ടും ശ്രമിക്കാം. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ വീണ്ടും ടെലിഫോൺ ലൈനിൽ. ശ്രീ പ്രയാർ, നിങ്ങൾ ഈ കോൺട്രാക്ടർമാരെ പ്രത്യേകം കാണുകയും നിങ്ങൾക്ക് എല്ലാ സംരക്ഷണവും നൽകുകയും ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രത്യേക ചേരിതിരിവുണ്ടാക്കിയെന്നാണ് ശ്രീ ഹരിദാസ് ആക്ഷേപിക്കുന്നത്. ഹരിദാസിനെ ആക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ആരെ വിളിച്ചുകൂട്ടി, ഞാൻ ആരോട് സംസാരിച്ചു, ഈ വക കാര്യങ്ങളെ സംബന്ധിച്ച് ദുരൂഹതയുണ്ടാക്കി എന്നെ ചെറുതാക്കി കാണാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അദ്ദേഹം ചെയ്യട്ടെ. എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഇത് പരിഹരിക്കുകയാണ്. അതിനുള്ള മാർഗങ്ങളിൽ ജില്ലാ ഭരണകൂടത്തോട് ഞാൻ എൻ്റെ ആവശ്യം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മല കയറുന്നത് തന്നെ ഇന്ന് സ്പെഷ്യൽ കമ്മീഷണറെ ഫോണിലൂടെ ബന്ധപ്പെടാൻ ഞാൻ ശ്രമിച്ചു. എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ ഗൗരവം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സന്ദർഭത്തിൽ മല കയറുന്നതും. ആത്യന്തികമായ ലക്ഷ്യം സുഗമമായ, സമാധാനപൂർണമായ, പ്രശ്നങ്ങളില്ലാത്ത, അപവാദങ്ങളും ആക്ഷേപങ്ങളും ഇല്ലാത്ത അടുത്ത മണ്ഡല മകരവിളക്ക് തന്നെയാണ്. അത് ദയവായി മനസ്സിലാക്കാൻ ശ്രീ ഹരിദാസും
ഹരിദാസിന്റെ താല്പര്യങ്ങൾക്കും കഴിയട്ടെ എന്ന് അയ്യപ്പ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു. ശ്രീ പ്രയാർ, പക്ഷേ ഹരിദാസ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അവിടേക്ക് പൂജാ സാമഗ്രികൾ എത്തിക്കുന്നതിന് എല്ലാവിധത്തിലുള്ള സഹകരണവും ഈ തൊഴിലാളി സംഘടനകൾ നൽകുകയുണ്ടായി, ഇനിയും നൽകാൻ തയ്യാറാണെന്ന്. അപ്പോൾ അവരും ഇന്നെന്താണ് സംഭവിച്ചത്? അങ്ങ് പറയൂ, നമുക്കറിയാത്ത കാര്യമല്ലേ? അല്ല, അതിനകത്ത് ദേവസ്വം ബോർഡ് തികഞ്ഞ ഉത്തരവാദിത്തോടുകൂടി ദേവസ്വം ബോർഡിന്റെ ട്രക്കർ ശരിയാക്കി ജീവനക്കാർ തന്നെ അതിൽ സാധനങ്ങൾ കയറ്റി സന്നിധാനത്തിലെത്തിച്ചു. അന്വേഷണീയമായ ആവശ്യം പരിഹരിച്ചു. ശ്രീ പ്രയാർ, ഒരു കാര്യം കൂടി, ഇപ്പോൾ നിങ്ങളെല്ലാവരും ചേർന്നൊരു ധാരണയിലെത്തിയ വിഷയമാണല്ലോ ഇത്. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഞാനൊരു ധാരണയിലും പങ്കെടുത്തില്ല, ഇതിൽ ഞാൻ കക്ഷിയുമല്ല. അല്ല, ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇതിൽ കാര്യങ്ങൾ പറഞ്ഞാൽ ഇല്ലാത്ത കാര്യം താങ്കൾ തന്നെ ഇത് അന്വേഷിക്കേ. അല്ലല്ല, ശ്രീ ഹരിദാസ് പറഞ്ഞത് എക്സിക്യൂട്ടീവ് ഓഫീസറും പങ്കെടുത്തുകൊണ്ടുള്ള ഒത്തുതീർപ്പ് എക്സിക്യൂട്ടീവ് ഓഫീസർ പങ്കെടുത്തതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഏത്തവിടുന്നു. അതെന്ത് ന്യായവാ? നിങ്ങളെല്ലാവരും ഐക്യത്തോടെ നിൽക്കേണ്ട ഒരു സമയമല്ലേ? ഏത്തമിടേണ്ട സമയമല്ലല്ലോ ഇത്. അല്ല, ഇതിനകത്ത് ദേവസ്വം ബോർഡ് എന്ത് വീഴ്ച കാണിച്ചു? ഏത് കാര്യത്തിൽ വീഴ്ച കാണിച്ചു? ഇപ്പോൾ ഹരിദാസ് പറഞ്ഞല്ലോ, പമ്പയിലെയോ അട്ടത്തോടിലെയോ. ഒറ്റ സെക്കൻഡ് സാർ, ദയവേത് ടെലിഫോൺ ലൈൻ തുടരുക. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ശബരിമലയിൽ നടാടെ 4 ദിവസമായി സമരം തുടരുകയാണ്, ഇത് മോശമാണ്, എന്താണ് ഇടപെടാൻ വൈകുന്നത്? ഇതിനിടയ്ക്ക് അവിടെ പ്രാദേശികമായിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ടായെന്ന് പറഞ്ഞു. ഗവൺമെന്റ് ഇടപെട്ടു. ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറെ മധ്യസ്ഥനാക്കി നിർത്തി തൊഴിലാളി സംഘടനകളും അതുപോലെ തന്നെ കരാറുകാരുമായിട്ടെല്ലാം തന്നെ ചർച്ച ചെയ്തു. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായതാണ്. പിന്നീട് വീണ്ടും സംഗതി വഷളായി എന്നാണ് മനസ്സിലാക്കുന്നത്. നിശ്ചയമായിട്ടും ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇടപെട്ട് ആവശ്യമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കും. ആരാണ് ഇതിന്റെ പിന്നിൽ ഈ ഒത്തുതീർപ്പ് ധാരണ പിന്നെ ലംഘിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്? അത് പരിശോധിക്കേണ്ടതാണ്. തൊഴിലാളികൾ യൂണിയനുകളുടെ ഭാഗത്തു നിന്നാണോ അതോ കരാറുകാരുടെ ഭാഗത്തു നിന്നാണോ എന്നുള്ളത് പരിശോധന വിധേയമാക്കണം. രണ്ടുപേരും പരസ്പരം പഴിചാരുന്ന ഒരവസ്ഥയാണ് ഇന്ന് കാണുന്നത്. ഏതായാലും പ്രാദേശികമായിട്ട് എല്ലാ ട്രേഡ് യൂണിയനുകളും സംയുക്തമായിട്ടാണ് ഈ ഡിമാൻഡ് വെച്ചുകൊണ്ട് പ്രക്ഷോഭത്തിന്റെ പാതയിൽ നിൽക്കുന്നത്. ശബരിമലയിലെ ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടത്താനായിട്ട് ഗവൺമെന്റ് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ വികസന പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ അവിടെ നടക്കേണ്ട പ്രവർത്തനങ്ങൾക്കോ വിഘാതം വരുത്തുന്നതായിട്ടുള്ള ഒരു നടപടിയും ഗവൺമെന്റ് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് ബന്ധപ്പെട്ട എല്ലാ ആളുകളുമായിട്ടും ചർച്ച ചെയ്ത് ആവശ്യം വേണ്ടതായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കും. സാർ, പക്ഷേ ഇത് എപ്പോ? അത് അടിയന്തരമായിട്ട് തന്നെ ഉണ്ടാക്കും. നാളെ തന്നെ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇപ്പൊ 4 ദിവസം കഴിഞ്ഞു, നാളെ 5ാമത്തെ ദിവസമാണ്. നാളെ ഇത് പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നാളെ ഇത് പരിഹരിക്കും എന്നൊരു നിശ്ചയദാർഢ്യമുണ്ടോ? അല്ല, പരിഹരിക്കണമല്ലോ. പരിഹരിക്കാൻ കഴിയാത്തതായിട്ട് ഈ നാട്ടിൽ എന്താ പ്രശ്നമുള്ളത്? പരിഹരിക്കുമെന്നുള്ള വിശ്വാസം തന്നെയാണ് ഗവൺമെന്റിനുള്ളത്. ഇവിടെ 300 രൂപയാണ് കൊടുക്കുന്നത് ഈ തൊഴിലാളികൾക്ക്. ഇപ്പോൾ കോൺട്രാക്ടർമാർ വെക്കുന്ന ഒരു തൊഴിലാളിയുമുണ്ട്, പിന്നെ ഈ ട്രേഡ് യൂണിയനുകാർ പറയുന്ന തൊഴിലാളിയും, രണ്ടുപേരും 150 വെച്ച് വീതിച്ചെടുക്കുന്നു. അങ്ങനെ പരിഹരിച്ച ഒരു വിഷയത്തിൽ പിന്നെ തർക്കമുണ്ടായത് എങ്ങനെയാണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആരാണ് ആ തർക്കത്തിന്റെ പിന്നിൽ ഉണ്ടായതെന്നുള്ളത് പരിശോധിക്കേണ്ട പ്രശ്നമുണ്ട്. അവിടെ പ്രാദേശികമായിട്ടുള്ള തൊഴിലാളികൾ പ്രാദേശികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പൊ പുതുതായി സമരരംഗത്തേക്ക് വന്നിരിക്കുന്നത്. അവിടെ ശബരിമലയിൽ ഉണ്ടാകാത്ത നടാടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണിത്. ആ പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് ട്രേഡ് യൂണിയനുകളും മാനേജ്മെന്റ് എല്ലാം കൃത്യമായിട്ടും ഒരു പരിഹാര നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ഇടപെട്ട് DLO ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ശ്രമിച്ചതാണ്. അത് വീണ്ടും വഷളാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുകയാണ്. നാളെ നിശ്ചയമായിട്ടും അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. ഈ 150 എന്ന ഒത്തുതീർപ്പിൽ തന്നെ എല്ലാവരും സഹകരിച്ചു പോകണമെന്ന നിർദ്ദേശമായിരിക്കുമോ സർക്കാരിന് ഉള്ളത്? അല്ല, നേരത്തെ നമ്മൾ ഒരു മുൻവിധിയോടുകൂടി അല്ലല്ലോ നമ്മൾ ഈ പ്രശ്നങ്ങളെ സമീപിക്കുന്നത്. അന്ന് ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ എല്ലാ ട്രേഡ് യൂണിയനുകളും, അതിൽ CITU ഉണ്ട്, INTUC ഉണ്ട്, BMS ഉണ്ട്, 3 പേരും ഏതാണ്ട് തുല്യ ശക്തികളായിട്ട് അവിടെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. 3 സംഘടനകളുടെയും നേതാക്കന്മാർ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസറുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറാണത്. ആ കരാർ ആരാണ് ലംഘിച്ചത് എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുള്ളത്. നിശ്ചയമായിട്ടും അത് പരിശോധിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനം ഗവൺമെന്റ് സ്വീകരിക്കും. ഇപ്പൊ നാളെ തന്നെ തീരുമാനമുണ്ടാകുമോ? കാരണം ഇപ്പൊ 2 പ്രതികരണങ്ങൾ വരികയാണ്. ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയാണ്, വിശ്വാസികളെന്ന നിലയിൽ
ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ വിശ്വാസികൾക്ക് ഇടപെടേണ്ടി വരും. BJPയും അവസരം പാർത്തിരിക്കുകയാണ്, അവരും പ്രതികരിക്കുകയുണ്ടായി. ഇതങ്ങനെയെങ്കിൽ വിശ്വാസികളുടെ വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് രംഗത്തിറങ്ങേണ്ടി വരുമെന്ന്. ഇങ്ങനൊരു സാഹചര്യം വഷളാകാതെ കൃത്യമായി ഇടപെടേണ്ട ബന്ധപ്പെട്ട അധികാരികൾ തന്നെ ഇടപെടുക, അത് ഉറപ്പുവരുത്തുമോ നാളെ അങ്ങ്?